സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 14.2 ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ പെർസെൻറ്റ് ഫോർ എ സർട്ടൻ സിറ്റി ഫോർ എ മന്ത് ഓഫ് 30 days അതിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത്, അതായത് നമുക്ക് അതിൽ കൺസ്ട്രക്ട് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ക്ലാസ്സസ് 84 to 86, 86 to 88 അങ്ങനെയാണ് അതിൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ പെർസെൻറ്റേജ് അത് എഴുതി ക്ലാസ് എടുത്തു. 84 to 86 അങ്ങനെ 100 വരെ ഉണ്ട് അവിടെ. അതിന് അതുപോലെ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു 84 to 86 എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് കണ്ടു. അത് ഒരു ദിവസമേ ഉള്ളൂ. അതുപോലെ 86 to 88 ഹ്യൂമിഡിറ്റി വരുന്നത് എത്ര ദിവസം, അത് 1 ആണ്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയതാണിത്. 88 to 90 എന്ന് പറയുന്നത് 2 ആണ്. 90 to 92 എന്നുള്ളതും 2 തന്നെ. 92 to 94 വരുന്നത് 7 ദിവസം. അതുപോലെ 94 to 96 6, 96 to 98 7, 98 to 100 4, ടോട്ടൽ 30 days. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതിൽ വിച്ച് മന്ത് ഓർ സീസൺ ഡു യു തിങ്ക് ദിസ് ഡാറ്റ ഈസ് അബൌട്ട്. ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ആ മന്ത് എന്ന് പറയുന്നത് ഒരു റെയിനി സീസൺ ആയിരിക്കും. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹയസ്റ്റ് വാല്യൂ ഏതാണ് വരുന്നത്? ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 99.2 ആണ്. അപ്പോൾ ഈ റേഞ്ചാണ് അവിടെ കാണുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 99.2 ആണ്. അതുപോലെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 84.9 ആണ്. അത് രണ്ടും കൂടി മൈനസ് ഇല്ല. 99.2 മൈനസ് 84.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 4 1 14.3 ആണ് റേഞ്ച് വരുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ്സ് ഓഫ് 50 സ്റ്റുഡൻസ് മെഷർഡ് ടു ദ നിയറസ്റ്റ് സെൻറ്റിമീറ്റേഴ്സ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി ആസ് ഫോളോസ്. അവിടെ നമുക്ക് കുറച്ച് കുട്ടികളുടെ ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ പറയുന്നത് റെപ്രസെന്റ് ദിസ് ഡാറ്റ ഗിവൺ എബോവ് ബൈ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹൈറ്റ്സ്, ടാലി മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എഴുതുന്നു 150 to 155, 155 to 160. അപ്പോൾ ആ ക്ലാസ് ഇൻ്റർവെല്ലിന് ഇടയിൽ എത്ര കുട്ടികൾ വരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി. അതായത് 150 to 155 12 സ്റ്റുഡൻസ് ഉണ്ട്. 154 വരെ എടുക്കുക, 55 ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ എടുക്കുക. അതുപോലെ ഇവിടെ 160 എടുക്കാണ്ട് 159 വരെ ഉള്ളത് നോക്കുക. അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലും എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി. അതിനുശേഷം അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ ഹൈറ്റ്സ് ഫ്രം ദ ടേബിൾ. ആ ടേബിളിൽ നിന്ന് നമുക്ക് അവരെ ഹൈറ്റിൽ എന്ത് കൺക്ലൂഷനിലാണ് എത്താൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഹൈറ്റ്സ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? 160 to 165 നമുക്ക് 14 സ്റ്റുഡൻസ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലും കുട്ടികൾ ഏത് ഇതിലാണ് വന്നത് എന്നുള്ളത് നമ്മൾ എഴുതി. ദ ഹൈറ്റ്സ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഇൻ ഗ്രൂപ്പ് 160 to 165. ഇനി മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏതിലാണ് വരുന്നത്? 170 to 175 5 സ്റ്റുഡൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ 165 താഴോട്ടുള്ള 50% മോർ ദാൻ 50 സ്റ്റുഡൻസ് ഏത് ഹൈറ്റിലാണ് വരുന്നത്? 165 സെന്റിമീറ്ററിനേക്കാളും കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയ മോർ ദാൻ 50% സ്റ്റുഡൻസ് ആർ ഷോർട്ടർ ദാൻ 165 സെന്റിമീറ്റർ. അപ്പോൾ ആ ഇതിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏതാണ് വരുന്നത്? 14 അതുപോലെ മിനിമം നമ്പർ വരുന്നത് 170 to 175 ക്ലാസ് ഇൻ്റർവെല്ലാണ്. അങ്ങനെയുള്ളത് എഴുതുക. മോർ ദാൻ 50% സ്റ്റുഡൻസ് ആർ ഷോർട്ടർ ദാൻ 165 സെന്റിമീറ്റർ. ഇപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ എയർ ഇൻ പാർട്സ് പെർ മില്യൺ ഓഫ് എ സർട്ടൻ സിറ്റി. ദ ഡാറ്റ ഒബ്റ്റൈൻഡ് ഫോർ 30 days അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് പറയുന്നത് മേക്ക് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ ദിസ് ഡാറ്റ വിത്ത് ക്ലാസ് ഇൻ്റർവെൽസ് നമുക്ക് പറയുന്നുണ്ട്. അവിടെ 00 to 004, 004 to 0.08. അപ്പോൾ അങ്ങനെയാണ് ക്ലാസ് ഇൻ്റർവെൽ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ് ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ എത്ര ഡേയ്സ് വരുന്നുണ്ട് ആ ഇതിൽ ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്ര വരുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കി അതിന് എഴുതി അതിൻ്റെ ടാലി മാർക്ക് നമ്മൾ കൊടുത്തു.
അപ്പോൾ ടാലി മാർക്ക് കൊടുക്കുക. ഇവിടെ 5 9 ആണ് വരുന്നത്, പിന്നെ 2, ഇവിടെ 4 ആണ് വരുന്നത്, പിന്നെ 2 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ടേബിൾ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി ഡേയ്സ് വാസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് മോർ ദാൻ 0.11 പാർട്സ് പെർ മില്യൺ. അപ്പോൾ എത്ര ഡേയ്സിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 0.11 എവിടെ നോട്ടിട്ടാണ് വരുന്നത്, അതായത് ഇതിലാണ് നമുക്ക് 0.11 വരുന്നത്. അപ്പോൾ 0.11 വരുന്നത് ഇത് തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ളതിലെല്ലാം വരും. പാർട്സ് മോർ ദാൻ, അതായത് 0.11നേക്കാളും കൂടുതൽ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ 0.11 വരെയാണ് വരിക. 0.11ന് ശേഷമുള്ളത് ഇങ്ങോട്ടേക്കുള്ള ക്ലാസ് ഇൻ്റർവെല്ലാണ് വരിക. അപ്പോൾ നമ്മൾ എഴുതുന്നു ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് മോർ ദാൻ 0.11 പാർട്സ് പെർ മില്യൺ ഏതൊക്കെ ക്ലാസ് ഇൻ്റർവെല്ല അത് ആഡ് ചെയ്യുക. ഈക്വൽ ടു 2+, അതായത് ഇതിന് ശേഷമുള്ളതാണ് വരുന്നത്. ഈ 3 ക്ലാസ് ഇൻ്റർവെല്ലാണ് വരുന്നത്. 3 ക്ലാസ് ഇൻ്റർവെല്ലിലെ ഫ്രീക്വൻസി 2, 4, 2 ആണ്. അപ്പോൾ നമുക്ക് 8. അപ്പോൾ എത്ര ഡേയ്സിലാണ്? 8 ഡേ. മോർ ദാൻ 0.11 പാർട്സ് പെർ മില്യൺ സൾഫർ ഡയോക്സൈഡ് വരുന്നത് 8 ഡേയ്സിലാണ്. അപ്പോൾ അതുപോലെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ 6th ക്വസ്റ്റ്യൻ, 3 coins were tossed 30 times simultaneously. Each time the number of heads occurring was noted down as follows. അവിടെ നമുക്ക് ഹെഡ്സ് കിട്ടുന്നത് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതിയേ വേണ്ടുള്ളൂ. അപ്പോൾ അത് എഴുതാം. നമ്പർ ഓഫ് ഹെഡ്സ് occurring, ടാലി മാർക്സ്, ഫ്രീക്വൻസി അത്രയേ ഉള്ളൂ. അപ്പോൾ 0 എത്ര പ്രാവശ്യം വരുന്നുണ്ട് അത് നോക്കുക, നമ്മൾ എണ്ണീട്ട് എഴുതുന്നു. ഇതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതാനേ പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലെ എഴുതുക. 7th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ 7th ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് പൈ അപ് ടു 50 ഡെസിമൽ പ്ലേസസ് ഈസ് ഗിവൺ ബിലോ. അതായത് അവർ 3 പോയിന്റിന് ശേഷം കുറേ നമ്പർ ഇങ്ങനെ തന്നിട്ടുണ്ട്. 1, 4, 1, 5 പൈയുടെ വാല്യൂ ആണ്. മെയ്ഡ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഫ്രം 0 to 9 ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ്. ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ആ ഡിജിറ്റ്സിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിജിറ്റ് 0 to 9, അപ്പോൾ അത് എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി. 1 എത്ര ടൈം വരുന്നുണ്ട്, 0 എത്ര ടൈം, 1, 2 ഓരോന്ന് എത്ര ടൈം വരുന്നുള്ളത് എന്ന് എഴുതി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായി. ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ആർ ദ മോസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഫ്രീക്വൻസി ഒക്കറിംഗ് ഡാറ്റ. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിംഗ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് വന്നത് ഏതൊക്കെയാണ്, അതായത് 3ഉം 9ഉം ആണ്. 3 നോക്കുവാണെങ്കിൽ 8 ആണ്. 3, 8, അതുപോലെ 9, 8 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടിലുമാണ് നമുക്ക് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിംഗ് ഡിജിറ്റ്സ് വരുന്നത്. അതുപോലെ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിംഗ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്, ലീസ്റ്റ് ഇത് ഏറ്റവും കുറവ് ഏതിലാണ്, 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അതിൽ 8th ക്വസ്റ്റ്യൻ, 30 children were asked about the number of hours they watched TV programs in the previous week. The results were found. അവിടെ നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. മേക്ക് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ ദിസ് ഡാറ്റ ടേക്കിംഗ് ദ ക്ലാസ് വിത്ത് ക്ലാസ് വിഡ്ത്ത് 5 ആൻഡ് 1 ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽസ് 5, 10. ക്ലാസ് വിഡ്ത്ത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഡിഫറൻസ് 5 അതുപോലെ എടുത്തിട്ട് നമ്മൾ അവിടെ എത്ര ഫ്രീക്വൻസി വരുന്നു, നമ്പർ ഓഫ് ഹവേഴ്സ് എഴുതി ടാലി മാർക്സ് ഫ്രീക്വൻസി. അപ്പോൾ അത്രയേ അതിൽ കാണേണ്ടതുള്ളൂ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ടാലി മാർക്ക് ചെയ്യുക. പിന്നെ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൗ മെനി ചിൽഡ്രൻ വാച്ച് ടെലിവിഷൻ ഫോർ 15 or more hours എ വീക്ക്. 15 കൂടുതലും വരുന്നത് എത്ര കുട്ടികളാണ്? 2 കുട്ടികൾ, 2 ചിൽഡ്രൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 9th question, a company manufactures car batteries of a particular type. The lives of 40 such batteries were recorded as follows. അവിടെ നമുക്ക് 40 ബാറ്ററിൻ്റെ ലൈഫ്സ് തന്നിട്ടുണ്ട്. അവിടെ കൺസ്ട്രക്ട് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ ദിസ് ഡാറ്റ യൂസിങ് ദ ക്ലാസ് ഇൻ്റർവെൽ സൈസ് 0.5 സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻ്റർവെൽ 2 to 2.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് അതിൻ്റെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എഴുതുകയുണ്ടോ അതിങ്ങനെ എഴുതുക. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.